Good morning. We already know how to minimize the thermodynamic potential by using the corresponding parameters. For example, in the case of Gibbs free energy, we can reduce or minimize the Gibbs free energy by using U or V. That means Gibbs free energy ne നമുക്ക് യുവോ വിയോ വേരി ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്ത് സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കാൻ സാധിക്കും. That means the partial derivative of g with respect to u and partial derivative of g with respect to v equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തുകൊണ്ട് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന എനർജി ടേമിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം. Then another example is the magnetic free energy. By varying the magnetization m, we can minimize the magnetic free energy f of h. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The thermodynamic potential, that means ഇവിടുത്തെ thermodynamic potential g and fh ആണ്. It can be reduced by using some varying parameters. Then നമ്മൾ ഈ thermodynamic potential ടേമിനെ മാത്തമാറ്റിക്കലി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ടേം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഫൈ. അപ്പോൾ ഈ ജിനെ ഈ എഫിനെ നമുക്ക് ക്യാപിറ്റൽ ഫൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതിലെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ സ്മോൾ ഫൈ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. That is, the thermodynamic potentials can be described by a simple mathematical function phi of phi, where phi is the quantity which can vary. അപ്പം ഏതൊരു തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജി ആണെങ്കിൽ ജിക്ക് നമുക്ക് ഫൈ എന്ന് കൊടുത്താൽ മതി. ഓർ മാഗ്നറ്റിക് ഫ്രീ എനർജി ആണെങ്കിൽ അതിലും നമുക്ക് ഫൈ എന്ന് പറയുന്ന ഒരു സിംഗിൾ ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ സ്മോൾ ഫൈ ആണ് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ഫൈ ഓഫ് ഫൈ കുഡ് ബി ദ ജനറലൈസ്ഡ് ഗിബ്സ് ഫ്രീ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം സോ ദാറ്റ് ഫൈ ഇസ് ഈക്വൽ ടു വി. ഇത് ഗിബ്സ് ഫ്രീ എനർജി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ, ക്യാപിറ്റൽ ഫൈനെ കണക്കാക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അതിലെ സ്മോൾ ഫൈ എന്ന് പറഞ്ഞാൽ വി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം വി അവിടെ വേരി ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഓർ ഫൈ ഓഫ് ഫൈ റെപ്രസെൻറ്റ് ദ മാഗ്നറ്റിക് ഫ്രീ എനർജി എഫ് ഓഫ് എച്ച്, ദെൻ ഫൈ റെപ്രസെൻറ്റ് ദ മാഗ്നറ്റൈസേഷൻ. ഇപ്പോൾ ക്യാപിറ്റൽ ഫൈയെ മാഗ്നറ്റിക് ഫ്രീ എനർജി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ സ്മോൾ ഫൈ എന്താണ്? മാഗ്നറ്റൈസേഷനാണ്. അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്. ദെൻ ഈ ഫൈ ഓഫ് ഫൈനെ ഫൈയുടെ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്താൽ നമുക്കൊരു സിംഗിൾ മിനിമം ഉള്ള കർവാണ് കിട്ടുന്നത്. അതായത് എക്സ് ആക്സിസിൽ സ്മോൾ ഫൈയും വൈ ആക്സിസിൽ ഫൈ ഓഫ് ഫൈയും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് മിനിമം സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ മിനിമം കാണിക്കുന്നത്. ഈ കറസ്പോണ്ടിങ് സ്മോൾ ഫൈ വാല്യൂവിലാണ് ഈ ഫൈ ഓഫ് ഫൈ ഏറ്റവും മിനിമത്തിലുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു സമയത്താണ് സിസ്റ്റം മോർ സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു സിംഗിൾ മിനിമം അല്ല, രണ്ട് മിനിമം ഉള്ള കേസ് നമുക്ക് നോക്കാം. രണ്ട് മിനിമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു മിനിമത്തിലും വേറൊരു ടൈമിൽ അതിൻ്റെ രണ്ടാമത്തെ മിനിമത്തിലുമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ സിസ്റ്റത്തിന് ആകെ ഒരു മിനിമം അല്ല ഉള്ളത്, ഒന്നിൽ കൂടുതൽ മിനിമാസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ പോലെയല്ല. അങ്ങനെ വരുന്ന കേസിൽ സിസ്റ്റം എങ്ങനെയാണ് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ അനുസരിച്ച് വേരി ചെയ്യുന്നതെന്നുള്ള ഗ്രാഫാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് വേരിയേഷൻ ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ഫൈ ആണ്. രണ്ട് മിനിമാസ് ഉണ്ട് കർവിൽ. അതായത് സിസ്റ്റം ഒരു സമയത്ത് ഈ മിനിമത്തിലും മറ്റൊരു സമയത്ത് ഈ മിനിമത്തിലുമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിനിമത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പറയാം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ലോവർ കർവ് ലോവർ ടെമ്പറേച്ചറിലുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ വെൽ 1 ഒരു ഗേഷ്യസ് ഫേസിനെയും വെൽ 2 ലിക്വിഡ് ഫേസിനെയാണ് കാണിക്കുന്നതെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് ഫേസിന് കറസ്പോണ്ടിങ് ലിക്വിഡ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ മിനിമം ആണ് ലോവർ ആയിട്ടുള്ളത് ഈ മിനിമത്തിനേക്കാളും. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ സിസ്റ്റം ലിക്വിഡ് ഫേസിലാണ്. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദെൻ ഈ ഗ്രാഫ് നോക്കുക. ഇതിൽ രണ്ട് മിനിമാസും സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് സെയിം ഫൈ ഓഫ് ഫൈ ആണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സിസ്റ്റം ടെമ്പറേച്ചർ കൊടുത്ത് ഇത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞപ്പം ഒന്നെങ്കിൽ അത് വേപ്പർ ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം എന്ന് പറയുന്ന ഒരു ബൗണ്ടറിയിൽ എത്തി.
അപ്പോൾ ഈ ഒരു ലെവലിലേക്കോ ഈ ഒരു ലെവലിലേക്കോ പോവാം. അതായത് ഈ ഒരു വേപ്പർ ഫേസിലേക്കോ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിക്വിഡ് ഫേസിലേക്കോ സിസ്റ്റം മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ടൈമാണ് ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. അതാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് മിനിമാസും സെയിം ലെവലിലാണ്, രണ്ട് വെല്ലും സെയിം ലെവലിലാണ്, സെയിം φ(φ)യിലാണ്. അതായത് ആ സിസ്റ്റത്തിന് ലിക്വിഡ് ഫേസിലും ആ ടൈമിൽ മിനിമം തെർമോഡൈനാമിക് പൊട്ടൻഷ്യലാണ്, അതുപോലെ വേപ്പർ ഫേസിലും മിനിമം തെർമോഡൈനാമിക് പൊട്ടൻഷ്യലാണ്. ദെൻ അഗെയിൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ നോക്കുക, വെൽ 1 താഴെയായി വെൽ 2 മുകളിലേക്ക് പോയി. അതായത് സിസ്റ്റം ആ ടൈമിൽ ഏത് രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഗേഷ്യസ് ഫേസിലാണുള്ളത്. ഗേഷ്യസ് ഫേസിലാണ്. അപ്പോൾ അതിൻ്റെ മിനിമം എനർജി ഫേസ് എന്ന് പറയുന്നത്. ആ ടൈമിൽ നോക്കുമ്പോൾ നമ്മുടെ ലിക്വിഡ് ഫേസ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതാണ് 2 മിനിമാസ് വരുന്ന കേസിൽ പറയുന്നത്. അത് ആക്ച്വലി ഫേസ് ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ഒരു ഫേസിൽ നിന്നും മറ്റൊരു ഫേസിലേക്ക് പോകുന്ന പ്രോസസ്സാണ് നമുക്ക് 2 വെല്ലുള്ള φ വേരിയേഷൻ കർവിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ ഈ ഫേസ് ട്രാൻസിഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ആൻഡ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. In the first order phase transition, there is a discontinuity in one or more of the first derivative of the thermodynamic potential. But in the case of second order phase transition, there is no such a discontinuity, so they are known as continuous phase transition. For example, ഈ കേസ് തന്നെ എടുക്കാം. ഇവിടെ ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ലിക്വിഡ് ടു വേപ്പർ ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിൽ ഉണ്ടായിരുന്ന വിസ്കോസിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒന്നും ആയിരിക്കില്ല ആ സിസ്റ്റത്തിന് വേപ്പർ ഫേസിലുണ്ടാകുന്നത്. അതിനൊരു ലാർജ് ചേഞ്ചാണ് ഉണ്ടാകുന്നത്. സോ അവിടെ നടക്കുന്നത് ഒരു കണ്ടിന്യൂസ് ട്രാൻസിഷൻ അല്ല. കണ്ടിന്യൂസ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനൊക്കെ വളരെ സ്ലോയിലുള്ളൊരു ചേഞ്ച് ആയിരിക്കണം, അത് ഗ്രാജുവൽ ആയിട്ടൊരു ചേഞ്ച് ആയിരിക്കണം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂസ് ഫേസ് ട്രാൻസിഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് ഫേസ് ട്രാൻസിഷനാണ്. ദാറ്റ് ഈസ് liquid to vapor transition is an example of first order or discontinuous phase transition. ദെൻ 2 ഫേസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്കുള്ള ട്രാൻസിഷൻ ഓർ മിനിമം തെർമോഡൈനാമിക് പൊട്ടൻഷ്യലുള്ള കേസ്. ഇനി നമുക്ക് ഒരു സിസ്റ്റം 3 ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് നോക്കാം. H2യുടെ കേസിൽ ഇത് ഈ ഒരു റീജിയൻ സോളിഡ് റീജിയൻ, ഇത് ലിക്വിഡ് റീജിയൻ, ഇത് ഗേഷ്യസ് റീജിയൻ. ഇത് ഫേസ് ഡയഗ്രമാണ്, പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഓരോ ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് ബൗണ്ടറി ലൈൻസ്, ഫേസ് ബൗണ്ടറി ലൈൻസ്. അപ്പോൾ ഈ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിനെയും ഗേഷ്യസ് ഫേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിനെയും സോളിഡ് ഫേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഗേഷ്യസ് ഫേസിനെയും സോളിഡ് ഫേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഇനി നമുക്ക് അറിയാം, ബൗണ്ടറി ലൈൻ മീൻസ് ഈ 2 ഫേസും കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ലൈനാണ് ബൗണ്ടറി ലൈൻ. അതായത് ഈ ബൗണ്ടറി ലൈനിൽ സിസ്റ്റം ഒന്നുകിൽ ലിക്വിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. ഈ ലൈനിൽ ഒന്നെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് ആയിരിക്കും. ഈ ബൗണ്ടറി ലൈനിൽ ഒന്നെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടായിരിക്കും സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ അതായത് ആ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? φ(φ)യുടെ വാല്യൂ, ക്യാപിറ്റൽ φ(φ)യുടെ വാല്യൂ ഈ ബൗണ്ടറി ലൈനിൽ ലിക്വിഡിനും മിനിമമാണ്, ഗ്യാസിനും മിനിമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബൗണ്ടറി ലൈനിൽ 2 സ്റ്റേറ്റും കോ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സോളിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈനാണ്, ഫേസ് ബൗണ്ടറി ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് φ(φ)യുടെ വാല്യൂ ഈ ലൈനിൽ സോളിഡിനും ഗ്യാസിനും മിനിമമാണ്. ഇനി ഈ സെൻട്രൽ പോയിന്റ് നമ്മൾ പറഞ്ഞു 3 ഫേസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും മിനിമം വാല്യൂ ഓഫ് φ(φ) ആണുള്ളത്. അതുകൊണ്ട് ആണ് ഈ 3 ഫേസും ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അപ്പോൾ 3 പോസിബിലിറ്റി ഉള്ള പോയിൻ്റാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്, ദാറ്റ് ഈസ് ക്ലേപ്പറോൺ ഇക്വേഷൻ. φ(φ) വിത്ത് റെസ്പെക്ട് ടു φ ഡയഗ്രാം കൺസിഡർ ചെയ്യുക. 2 വെല്ലുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്.
ദാറ്റ് മീൻസ് സിസ്റ്റം ഒരു ടൈമിൽ ഈ വെല്ലിലും അടുത്ത ടൈമിൽ ഈ ഒരു വെല്ലിലും ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസിഷൻ ഓർ സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷനൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ വെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വാല്യൂ 5.1 ഇത് 5 ആണല്ലോ എക്സ് ആക്സിസിൽ. ഈ വെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 5.2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5.1ലും 5.2ലുമാണ് നമുക്ക് 2 മിനിമാസ് കിട്ടുന്നത്. വി നോ during the phase transition the 2 minima 5.1 and 5.2 varies with the temperature. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് ഈ 5.1 5.2 വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ലോവർ ടെമ്പറേച്ചർ റേഞ്ചിൽ സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓർ അന്നേരത്തെ മിനിമ എന്ന് പറയുന്നത് 5.2 ആണ്. അപ്പോൾ അവിടുത്തെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ നമ്മൾ 5.2 എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റിലാണ് സിസ്റ്റത്തിന് മിനിമം എനർജി ഉള്ളത്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സിസ്റ്റം 5.1ലാണ് ബിഹേവ് ചെയ്യുന്നത്, ഓർ സിസ്റ്റം ഗേഷ്യസ് ഫേസിലേക്ക് പോകും. അപ്പോൾ ആ ടൈമിൽ 5.1 ആണ് മിനിമം തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഉള്ള കേസായിട്ട് നമ്മൾ പറയണത്. ഇത് ടെമ്പറേച്ചർ ലോവർ ആയിട്ടുള്ള കേസിൽ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ T1ൽ ദെൻ ഹയർ ടെമ്പറേച്ചർ T2ൽ 5.1 ആണ് നമ്മുടെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ. ദെൻ ഈ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ എൻട്രോപ്പിയും വേരി ചെയ്യും. സോ ദ എൻട്രോപ്പി ഓഫ് വെൽ 1 ഈസ് റെപ്രസെൻറ്റഡ് ആസ് S1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ 5.1 ബൈ ഡോ T ആൻഡ് ദ എൻട്രോപ്പി ഓഫ് വെൽ 2 ഈസ് S2 മൈനസ് ഡോ 5.2 ബൈ ഡോ T. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത് കൊണ്ട് എൻട്രോപ്പിനെ ഡിഫൈൻ ചെയ്തു 2 വെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് S1 ആൻഡ് S2. When the system changes from one phase to another, the entropy changes and give rise to latent heat. നമുക്കറിയാലോ സിസ്റ്റം ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത് കാരണം അവിടുത്തെ എൻട്രോപ്പിയും വേരി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി അല്ല ഗേഷ്യസ് ഫേസിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുന്നുണ്ട് ഗേഷ്യസ് ഫേസിൽ. സോ ലേറ്റൻറ്റ് ഹീറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്താൽ L12 എന്ന് അതിനെ നമുക്ക് പേര് കൊടുക്കാം. സി ഈക്വൽ ടു TP ഇൻറ്റു S1 മൈനസ് S2 where TP represent the temperature of the phase transition. ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന ടൈമിലെ ടെമ്പറേച്ചറാണ് TP. S1 എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ 1ൻ്റെ എൻട്രോപ്പി, S2 വെൽ 2ൻ്റെ എൻട്രോപ്പി. ഇപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? L12 എന്ന് പറയുന്ന 1 and 2 ഫേസസ് ആണ്. ഓർ 1ൽ നിന്നും 2ലേക്ക് നടക്കുന്ന ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേറ്റൻറ്റ് ഹീറ്റാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ consider the phase diagram of a one component system such as water. When the system is on the phase boundary line, the two phases can coexist in equilibrium. വാട്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫേസ് ബൗണ്ടറി ലൈനിൽ 2 ഫേസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡും ഗ്യാസും അതുപോലെ തന്നെ സോളിഡും എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് നമ്മൾ കണ്ടു ഫിഗറിൽ. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പാർട്ട് മാത്രം എടുക്കാമെന്ന് വിചാരിക്കുക. അതായത് ഫേസ് ബൗണ്ടറി ലൈൻ കറസ്പോണ്ടിങ് ടു ലിക്വിഡ് ഫേസ് ആൻഡ് ഗേഷ്യസ് ഫേസ്. ഇപ്പോൾ ലിക്വിഡ് ഗ്യാസ് സിസ്റ്റത്തിൻ്റെ ഫേസ് ബൗണ്ടറി ലൈനാണെന്ന് വിചാരിക്കുക, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് സോളിഡിൻ്റെ കേസോ അതുപോലെ തന്നെ ഗ്യാസ് സോളിഡിൻ്റെ കേസോ ഒക്കെ പറയാം. അപ്പം എക്സാമ്പിളായിട്ട് ഈ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലിക്വിഡും ഗ്യാസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ബൗണ്ടറി ലൈനാണ് ഇത്. ദാറ്റ് മീൻസ് ഈ ബൗണ്ടറി ലൈനിലെ കെമിക്കൽ പൊട്ടൻഷ്യൽ 2 ഫേസിനും സെയിം ആയിരിക്കും. അപ്പോൾ ഗ്യാസ് ഫേസിലുള്ള സിസ്റ്റത്തിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യലാണ് μ1 എന്നും ലിക്വിഡിൻ്റെ കേസിലെ കെമിക്കൽ പൊട്ടൻഷ്യലാണ് μ2 എന്നും വിചാരിക്കുക. ദെൻ അറ്റ് ദിസ് ബൗണ്ടറി ലൈൻ μ1 ആൻഡ് μ2 ആർ ഈക്വൽ. സോ ദ ഗിബ്സ് ഫ്രീ എനർജി G is equal to Nµ ആണ് ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ 2 ഫേസിൻ്റെ μ1 ആൻഡ് μ2 ഈ ബൗണ്ടറി ലൈനിൽ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? G1 ആൻഡ് G2ഉം ഫേസ് ബൗണ്ടറി ലൈനിൽ സെയിം ആയിരിക്കും. ഗിബ്സ് ഫ്രീ എനർജീസ് that is the chemical potential μ1 and μ2 are equal at this boundary line. That is the Gibbs free energies G is equal to Nµ are same for liquid and gas at this boundary line. ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും കേസിലുള്ള ഗിബ്സ് ഫ്രീ എനർജി ബൗണ്ടറി ലൈനിൽ സെയിം ആയിരിക്കും. സപ്പോസ് ദാറ്റ് 1 point on the phase boundary line occurs at temperature T and pressure P, other at temperature T plus dt and pressure P plus dP. That means
ഈ ഒരു ഫേസ് ബൗണ്ടറി ലൈൻ നമുക്കറിയാലോ, ഇവിടെ നമ്മൾ പ്രഷറും ഇവിടെ മാർക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം G1 ഇസ് ഈക്വൽ ടു N mu1 ആൻഡ് G2 ഇസ് ഈക്വൽ ടു N mu2 ആണ്. അപ്പം ഫേസ് ബൗണ്ടറി ലൈനിൽ G1 ഇസ് ഈക്വൽ ടു G2 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ഫേസ് ബൗണ്ടറി ലൈനിൽ ഏതൊരു പോയിന്റിലും G1 ഈക്വൽ ടു G2 ആണല്ലോ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഈ ഒരു ടെമ്പറേച്ചറും ഈ ഒരു പ്രഷറിലുമാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഫേസ് ബൗണ്ടറി ലൈനിൽ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് Tയും Pയും ആണ്. ദെൻ വേറൊരു ടെമ്പറേച്ചറും വേറൊരു പ്രഷറും ആണെന്ന് വിചാരിക്കുക ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് T+dt എന്നും ഈ പോയിന്റിനെ P+dP എന്ന് റെപ്രസെൻറ്റ് ചെയ്യാലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. G1 TP ഇസ് ഈക്വൽ ടു G2 TP. അപ്പോൾ ഈ പോയിന്റിൻ്റെ കേസിൽ ഈ പോയിന്റിൽ അങ്ങനെയാണ്, Tയും Pയും ആണ് നമ്മളിവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറുമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് ഫേസിൻ്റെയും G1ഉം രണ്ട് ഫേസിൻ്റെയും ഗിബ്സ് ഫ്രീ എനർജി G1ഉം G2ഉം ഈ പോയിന്റിൽ സെയിം ആണ്. ദെൻ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു ടെമ്പറേച്ചറും വേറൊരു പ്രഷറിലും ഉള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ഫേസ് ബൗണ്ടറി ലൈനിൽ കൺസിഡർ ചെയ്തേക്കുന്നത്. അന്നേരവും ഇങ്ങനെ തന്നെ ആയിരിക്കും. G1 of T+dt P+dP is equal to G2 of T+dt P+dP. അത് ഇത്ര മീൻ ചെയ്യുന്നുള്ളൂ. ഏതൊരു പോയിന്റിലും, ഫേസ് ബൗണ്ടറി ലൈനിൻ്റെ ഏതൊരു പോയിന്റിലും G1ഉം G2ഉം സെയിം ആയിരിക്കും. ഈ പോയിന്റ് ആണെങ്കിൽ നമുക്ക് G1 of T and P is equal to G2 of T and P എന്ന് എഴുതണം. ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആണെങ്കിൽ G1 of T+dt, P+dP is equal to G2 of T+dt P+dP ആയിരിക്കും. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? G1 of TP പ്ലസ് ∂G1/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ DT പ്ലസ് ∂G1/dP അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ DP പ്ലസ് എക്സെട്ര ലെഫ്റ്റ് സൈഡായി is equal to G2 of TP plus ∂G2/∂T at constant pressure DT plus ∂G2/∂P at constant temperature into DP plus etc. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻസ്, രണ്ടാമത്തെ ഇക്വേഷൻ്റെ നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതിയാൽ ഇങ്ങനെ തന്നെ എഴുതാം, ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ അത് കാണിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റിനും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതി. ദെൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ∂G1/∂P മൈനസ് ഇവിടുത്തെ ടൈമിൽ ∂G2/∂P ഇൻറ്റു DP is equal to എന്തെന്ന് വരും? മൈനസ് ഓഫ് ∂G1/∂T മൈനസ് ∂G2/∂T ഇൻറ്റു DT which is equal to നമുക്കറിയാം DG എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് SDT പ്ലസ് VDP ആണ്. അപ്പോൾ സോ ∂G/∂P എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പ്രഷറാണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. സോ ∂G/∂P is equal to V ആണ്. ദെൻ ∂G/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ടൈം ഇല്ല, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് S ആണ്. ഇനി ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ dP/dt നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? മൈനസ് ഓഫ് ∂G1/∂T മൈനസ് ∂G2/∂T ഡിവൈഡഡ് ബൈ ∂G1/∂P മൈനസ് ∂G2/∂P. അപ്പോൾ ഇത് നമുക്ക് കിട്ടി, dP/dt കിട്ടി. ഇനി ഈ കണ്ടീഷൻ, ഈ രണ്ട് ഇക്വേഷനും അനുസരിച്ച് dP/dt is equal to എന്തെന്ന് കൊടുക്കാം? ∂G/∂T എന്ന് പറഞ്ഞാൽ മൈനസ് S. അപ്പോൾ G1 ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? S1 എന്ന് കൊടുക്കാം, മൈനസ് S1. So minus of minus S1 plus S1 minus ∂G2/∂T is entropy S2 divided by ∂G1/∂P is V1 minus ∂G2/∂P is V2 which is equal to L12 divided by TP into delta V. We already know L12 is equal to TP into S1 minus S2. So S1 minus S2 ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? L12 divided by TP എന്ന് കൊടുത്തു. Then V1 minus V2, that is a difference between molar volume of the two phases. അതിന് നമ്മൾ delta V എന്നും കൊടുത്തു. Then this equation dP/dt is equal to L12 divided by TP into delta V is known as
Clapeyron equation, where L12 is the latent heat, Tp is the temperature at the time of phase transition, and delta V is the molar volume, difference in molar volume V1 minus V2 of the two phases. That's about Clapeyron equation. Hope you understand this topic. Thank you.